ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം നാം കർത്താവായ യേശുക്രിസ്തുവിനുള്ള രക്ഷയെക്കുറിച്ച് നാം കേട്ടു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവത്തിൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം വളരണമെന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. വളരണമെങ്കിൽ നമുക്ക് ദൈവവചനം ആവശ്യമാണ്. മത്സ്യക്കും രാജുവിനും അനേക വർഷത്തെ വെയിറ്റിങ്ങിന് ശേഷം ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം വളരെ സ്നേഹത്തോടു കൂടി അതിനെ പാലിക്കുകയും വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ വളരെ കാര്യമായിട്ട് കുഞ്ഞിനെ നോക്കുകയും ചെയ്തു. എന്നാൽ കുഞ്ഞു വളരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കത് പ്രയാസമായിട്ട് വന്നു. ഒരു ഡോക്ടറിനെ കാണുവാനായിട്ട് മറ്റുള്ളവർ സജസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഇവർ ഈ കുഞ്ഞിനെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ വളരെ കാര്യമായിട്ട് കുഞ്ഞിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് യാതൊരു കുറവുമില്ല, പക്ഷെ കുഞ്ഞിന് വേണ്ടതായിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് കുഞ്ഞിന് വളർച്ചയില്ലാത്ത എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഇവിടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭക്ഷണം പ്രോപ്പറായിട്ട് ചെന്നില്ലെങ്കിൽ വളർച്ച ഉണ്ടാകുവാൻ സാധ്യമല്ല. ബാക്കി എന്ത് കൊടുത്താലും ഭക്ഷണം ആവശ്യമായിട്ട് ചെന്നില്ലെങ്കിൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വളർച്ച ഒരു രീതിയിലും സാധ്യമല്ല. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ട നിമിഷം നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീരും. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ ആയിട്ട് തീരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരേണ്ടത് ആവശ്യമാണ്. വളരണമെങ്കിൽ ദൈവവചനം പറയുന്നു, 1 പത്രോസ് 2:1 നാം കാണുന്നു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വളരണമെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. വചനമെന്ന മായമില്ലാത്ത പാൽ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചാണ്, ബൈബിളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബൈബിൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഒരു രീതിയിലും മുടക്കം കൂടാതെ അത് കുടിച്ചെങ്കിൽ മാത്രമേ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരുവാൻ സാധിക്കത്തുള്ളൂ. നാം മെസ്സേജ് കേട്ടത് കൊണ്ടോ അല്ലെങ്കിൽ നാം പുസ്തകം വായിച്ചത് കൊണ്ടോ മറ്റുള്ള എന്ത് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടോ നമുക്ക് അത് പ്രോപ്പറായിട്ട് വളരുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ പോഷകം ഇല്ലാത്തവരായിട്ട് തീരുവാനായിട്ട് ഇടയായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാണെങ്കിൽ നമുക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വചനം നമ്മൾ വായിക്കും തോറും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദ്യം അതൊരു പാലായിട്ട് തീരും, എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അത് കട്ടിയായിട്ടുള്ള ആഹാരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ പാൽ കുടിച്ച് വളർന്നെങ്കിൽ മാത്രമേ പിന്നെ കട്ടിയായിട്ടുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കുവാനായിട്ട് ഒരു കുഞ്ഞിന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ദൈവവചനം എന്ന പാൽ നമ്മൾ തുടർച്ചയായിട്ട് കുടിച്ച് വളർന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവവചനത്തിലെ അത്ഭുത സത്യങ്ങളെ കാണുവാനും അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കുവാനും ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ പ്രിയ സഹോദരന്മാരും കുഞ്ഞുങ്ങളും തുടർച്ചയായിട്ട് ഈ ദൈവത്തിന്റെ വചനം ക്രമമായിട്ട് വായിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മാത്രമല്ല, ഈ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ വേദപുസ്തകം കംപ്ലീറ്റ് ആയിട്ട് വായിക്കുവാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഈ വേദപുസ്തകം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് തന്നിട്ടുള്ള നമ്മുടെ മണവാളന്റെ ഒരു എഴുത്താണ്. ഈ ഒരു മണവാളന്റെ എഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭർത്താവ് ഒരു എഴുത്ത് അയച്ചാല് ആദ്യം മുതൽ അവസാനം വരെ പല പ്രാവശ്യം വായിക്കും. പണ്ടത്തെ കാലത്ത് ഇപ്പോഴുള്ളവർ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, എന്നിരുന്നാലും അത് എടുത്തു വെച്ചിട്ട് പല പ്രാവശ്യം വായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രിയതമൻ നമുക്ക് വേണ്ടി എഴുതി തന്നിട്ടുള്ള ലെറ്ററാണ് ഈ ദൈവത്തിന്റെ വചനം. അത് നമുക്ക് അതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ആദ്യം മുതൽ അവസാനം വരെ വായിക്കണം. നമുക്കതിൽ അനേക പ്രോമിസസ് ദൈവം തന്നിട്ടുണ്ട്, നമ്മൾ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കൽപ്പനകൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഈ വേദപുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ
നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളൂ. ഇതിൽ അനേകം മുത്തുകൾ അടങ്ങിയിട്ടുണ്ട്. ആ മുത്തുകൾ നമുക്ക് പറക്കണമെങ്കിൽ ആ വേദപുസ്തകം വളരെ ക്ഷമയോടുകൂടെ ആദ്യ അവസാനം വായിച്ച് നമ്മുടെ ജീവിതത്തിൽ വളരുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പാൽ കുടിച്ചില്ലെങ്കിൽ ഒരു കുഞ്ഞിന് വളർച്ച അസാധ്യമാകുന്നത് പോലെ ദൈവവചനം നമ്മൾ ഇല്ല എങ്കിൽ നമുക്ക് വളരുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ, ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുമ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. സകല ദുഷ്ടത നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് മാറി, അല്ലെങ്കിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ വിട്ട് ഈ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.